ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണേ. ഈ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസം രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, അന്ന് തന്നെ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അന്ന് രാത്രി 24-ാം തീയതി രാത്രി നമ്മളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ പോയി പള്ളികളിലൊക്കെ പോയി നിൽക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒന്ന് പോകാം, കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ബൈക്ക് യാത്ര, രാത്രി ലേറ്റ് നൈറ്റിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഒരു രസം അനുഭവിച്ചവർക്കേ അറിയാവൂ. നല്ല രസമാണ്. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ലുലു മോളിൻ്റെ അവിടെ എത്തി കേട്ടോ. ലുലു മോള് നല്ല രക്തശോഭയിൽ ഇങ്ങനെ നിൽക്കുവാണ്, റെഡ് കളറിൽ. അവിടെ ഫുള്ള് അതിൻ്റെ ഫ്രണ്ടിൽ നിറച്ചും വണ്ടികളാണ് കേട്ടോ. അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ക്യൂ ആണ്. അന്ന് ഭയങ്കരമായ തിരക്കും ഉണ്ടായിരുന്നു ലുലു മോളിൽ. എൻ്റെ അടുത്ത് ചേട്ടനെ കയറണമെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു കയറണ്ട, നമുക്ക് പള്ളികളിലൊക്കെ പോയിട്ട് വരാം. ലുലുവിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. പള്ളികളിലെ ഉത്സവം വർഷത്തിലൊരിക്കലല്ലേ വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് വല്ല ഉത്സവമൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പള്ളികളിലൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് 1-2 പള്ളികൾ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ അതേ പള്ളികളൊക്കെ എത്താറായപ്പോഴത്തേക്കും റോഡരുവേക്ക് നിറച്ചും നല്ല ലൈറ്റുകളെന്ന് വെച്ചാൽ നല്ല അടിപൊളി പല സ്റ്റാറുകൾ, പല ലൈറ്റ് കളേഴ്സിലുള്ള സ്റ്റാറുകളില്ലേ, ഇങ്ങനെ കത്തിക്കിടക്കുന്ന കണ്ടാൽ ഇങ്ങനെ എന്താണ് പറയുന്നത്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ പറക്കുന്നത് പോലെ തോന്നും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വളരെ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് ആ കളറിലുള്ള ഇങ്ങനെ കിളികൾ ഇങ്ങനെ പറന്ന് പോകുന്നതായിട്ട് നമുക്കിങ്ങനെ തോന്നും. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറേ ഇലൂമിനേഷൻ ലൈറ്റുകൾ. ഈ പള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നിറച്ചും ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മരങ്ങളിലൊക്കെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നമ്മൾ ന്യൂ ഇയറിനും ഓണത്തിനും ഒക്കെ ഇങ്ങനെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകത്തില്ലേ. ഇതിപ്പോൾ ക്യാമറ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ അതിൻ്റെ ഇടയിലൊന്ന് പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ലൈറ്റ്, പക്ഷേ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പലരും പറഞ്ഞത്. എൻ്റെ അനിയത്തിയും അനിയനും ഒക്കെ എല്ലാ വർഷവും ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത്തവണ എന്തായാലും എനിക്കും കൂടി പോകാമെന്ന്. പക്ഷേ നമ്മളാണ് മുമ്പേ ഇറങ്ങിയത്, അവർ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. നമുക്കൊപ്പം എത്തിയില്ല, പക്ഷേ നമ്മൾ അവസാനം കണ്ടുമുട്ടിയവരെ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കണം. മരങ്ങളിലൊക്കെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇല്ല പടം വരച്ച് വെച്ചിരിക്കുന്ന അതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതൊക്കെ ഒന്ന് കാണാനുള്ളത് തന്നെയാണ്. വലിയ തിരക്കില്ലാത്തതുകൊണ്ടേ നമുക്കിങ്ങനെ സ്ലോ ചെയ്ത് പോവാനും അങ്ങനെ ഭയങ്കരമായ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം പതിയെ. പള്ളികളുടെ മുന്നിലും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ ആദ്യം ലക്ഷ്യം വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പാളയം പള്ളിയില്ലേ, അവിടെ പോകാമെന്നാണ് കേട്ടോ. അവിടെ ഇതുപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല കളേഴ്സിലുള്ള. ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് അങ്ങേ വർഷം ഓണത്തിനാണോ ന്യൂ ഇയറിനാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇതേപോലെ പല കളർ ലൈറ്റിലൊക്കെ ഇങ്ങനെ പള്ളി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിളങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ അത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരം, അവിടെ ഫുള്ള് ലൈറ്റുകളാണ് കേട്ടോ. ഇങ്ങനെ എന്താണ് നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ കൂടെ വരുന്ന മാനുകളല്ലേ കൂടെ വരുന്നത്, അതൊക്കെ ഇങ്ങനെ കുറേ മാനുകൾ ഇങ്ങനെ ഓടുന്നതായിട്ടും അങ്ങനെയൊക്കെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. നമ്മുടെ ലക്ഷ്യം ഒള്ളി പള്ളികൾ മാത്രം. അപ്പോൾ അതേ നമ്മൾ പാളയം പള്ളി എത്തിയിട്ടുണ്ട്. അവിടെ എത്തി കേട്ടോ. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരറ്റത്തേക്ക് വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറി കേട്ടോ. അതാ പള്ളി പല കളറിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേ കർത്താവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ രാത്രി നല്ല ഭംഗിയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാളയം പള്ളിയുടെ അകത്തൊന്ന് കയറിയപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുർബാന തുടങ്ങിയിട്ടില്ലായിരുന്നു. 11:30 മണിക്ക് കുർബാന തുടങ്ങുള്ളൂ പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള എന്തോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, നമുക്ക് എല്ലാ ഈശ്വരന്മാരും ഒരുപോലെയാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അതേ അറ്റത്ത് കണ്ടോ കർത്താവിൻ്റെ രൂപം ഇങ്ങനെ കുരിശിൽ എന്തെന്നതിൻ്റെ ആ ഒരു ഇത് സൈഡിൽ കാണുന്നുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കുറേ നേരം ഒരുപാട് ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഏഷ്യാനെറ്റ് അങ്ങനെ ഒരുപാട് ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വെളിയിലൊരു പുൽക്കൂട് പോലെ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവർക്കും കൂടി പിന്നെ ആയപ്പോഴത്തേക്കും ആളുകളിങ്ങനെ കൂടി വന്നു. കാരണം 11:30-ക്കല്ലേ കുർബാന ടൈം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആൾക്കാരുകൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ വരുന്നത് തന്നെ എന്തോരം ഭംഗിയാണ്, നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട്. അവരൊക്കെ കാണാൻ തന്നെ അത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല മനോഹരമായിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പള്ളിയുടെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് പേർക്കല്ലേ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്ത് ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നും അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഒരു പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോലെ ഇതേപോലെ പള്ളികളിൽ എന്താണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ അടുത്ത പള്ളിയിലോട്ട് യാത്രയായി. അത് മൗണ്ട് കാർമൽ ചർച്ചായിരുന്നു കേട്ടോ. അത് കുറച്ചിങ്ങ് ഇപ്പുറത്തോട്ടാണ്. സ്ഥലം എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. ഞാൻ ട്രിവാൻഡ്രത്തോട്ട് ഒറ്റയ്ക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ചേട്ടനൊപ്പമേ പോയിട്ടൊക്കെ ഉള്ളൂ. എനിക്ക് അവിടോട്ട് ചെന്നാൽ പിന്നെ ഏത് വഴി കൂടെയാണ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ എത്തി. ഇതാണ് കേട്ടോ പള്ളി. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫുൾ നീല വെളിച്ചം, നീലയും വെള്ളയും മാത്രം, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റാറുകളൊക്കെ, വലിയൊരു സ്റ്റാറൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാരെല്ലാവരും ഇതേപോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛൻ നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങ് ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ കുറേ നേരം നിന്നു. അപ്പോഴത്തേക്കും ചിന്നുവിനെയും റോബീനെയും രഞ്ജിത്ത്, അമൃതാഷ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കണ്ടു, സംസാരിച്ചു. പിന്നെ കുറേ നേരം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. ഫുൾ ടൈം ലാസ്റ്റ് വരെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവരൊക്കെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ. എല്ലാ വർഷവും പള്ളികളിൽ പോവും, എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത്തവണ ഞാനും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് ചിലവഴിച്ച് ജസ്റ്റ് ഒന്ന് ആ പ്രാർത്ഥനയൊക്കെ കേട്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത പള്ളിയിലോട്ട് വന്നു കേട്ടോ. ഇത് വെട്ടുകാട് പള്ളിയാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ 3 പള്ളികളിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ വെട്ടുകാട് പള്ളിയിലൊക്കെ ഞാൻ വരണമെന്ന് പലപ്പോഴായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല. ഇതിനകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടിയായിരുന്നു ഡോറൊക്കെ. പിന്നെ അതുവഴിയൊന്നും പോകാനൊന്നും നിന്നില്ല. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ ഈ പ്രാർത്ഥന ടൈമൊക്കെ ഏകദേശം ആയി കഴിഞ്ഞല്ലോ. 11:30-12 മണി കഴിഞ്ഞു ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ അതേ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ കുരിശേന്തി നിൽക്കുന്ന കർത്താവിനെയും അതിൻ്റെ താഴെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെന്ന് അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കും പോയി പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പോയി തൊട്ട് പ്രാർത്ഥിക്കാമോ, അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. പോണോ പോണ്ടേ, അങ്ങനെ ചെയ്യാമോ, എന്താണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ വലം വെച്ചൊക്കെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങ് ദൂരോട്ട് നിന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലായിട്ട് എല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അത് എന്തോ വഴിപാടാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കത്തിക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കത്തില്ലേ, അതുപോലെ ഇവിടെ മെഴുകുതിരി ഇങ്ങനെ കത്തിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഒരു കൂട് മെഴുകുതിരി വാങ്ങി അവിടെയൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കേട്ടോ. ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ ലൈറ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ പിന്നെ കഴിക്കാൻ പോപ്കോൺ, അത് ഇത് ഐസ്ക്രീം, ചപ്പച്ചവർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കുറേ സ്റ്റാറ്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തേട്ടാ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കേക്കും വൈനും ഒക്കെ വിതരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് 2024 വരവേൽക്കുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം 2:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് പള്ളികളിലൊക്കെ കയറി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. പിന്നെ ചിന്നും റോബിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മളങ്ങ് നേരത്തെ അങ്ങ് പോയി. എന്തായാലും അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ പിറ്റേ ദിവസം ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.